ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം നേരിടുന്നയാളാണെങ്കിലും എവിടെയെല്ലാം ഏതെല്ലാം നിലകളിൽ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് നിമിഷ നേരം കൊണ്ട് നൊടി നേരം കൊണ്ട് പരിഹാരം ലഭിക്കുവാനൊരു സ്ഥലമുണ്ട്, പരിഹരിക്കാൻ ഒരാളുണ്ട് എന്ന് ഒരുപക്ഷെ അവരറിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം? തീർച്ചയായിട്ടും ഓടി അങ്ങോട്ട് എത്താതിരിക്കില്ല. എന്നാൽ ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്ത്യാനിന് അവകാശപ്പെടുകയും ചെയ്യുന്ന നമ്മളിൽ പലർക്കും, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും തന്നെ പലപ്പോഴും പറ്റുന്ന അബദ്ധങ്ങളിൽ ഏറ്റവും വലിയ അബദ്ധമെന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ദൈവത്തെ, കർത്താവിനെ വേണ്ട നിലയിൽ അറിയിക്കേണ്ടതുപോലെ അറിയിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മെ ഒരുപക്ഷെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടാവാം. ആ സമ്മർദ്ദത്തിൻ്റെ ഒക്കെ മധ്യത്തിൽ നമുക്ക് വേണ്ട നിലകളിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. ഇന്ന് ഒന്ന് ശോധന ചെയ്യൂ. ദൈവസന്നിധിയിലേക്ക് അടുത്തി എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 41-42 വാക്യങ്ങൾ വായിക്കട്ടെ. യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതികൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണല്ലോ കർത്താവിൻ്റെ ജനനം. അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് കുഷ്ഠരോഗിയെ തൊടുന്നയാൾ അശുദ്ധനായിത്തീരും. കുഷ്ഠരോഗി പുറത്തു വരാൻ പാടില്ല. അവർക്ക് പാർക്കുവാൻ പ്രത്യേക ഇടങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് കർത്താവിൻ്റെ അടുക്കൽ വന്നുപെട്ടതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റും. അതായത് അയാൾ ദേഹമാസകലം മൂടിക്കൊണ്ട് കുഷ്ഠരോഗം വെളിപ്പെടുത്താതെ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പെട്ടയാളായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നയാളായിരിക്കാം. ഏതായാലും അയാൾ വളരെ വിശ്വാസത്തോടു കൂടിയാണ് യേശുവിനെ സമീപിച്ചത്. പറയുന്നത് ഇങ്ങനെയാണല്ലോ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്നാണ് അയാളുടെ അപേക്ഷ. യേശുവിൻ്റെ മറുപടി ശ്രദ്ധിച്ചാട്ടെ. മനസ്സുണ്ടെന്നല്ല പറഞ്ഞത്, യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു. നിങ്ങളുടെ പ്രശ്നത്തിന് മുമ്പിൽ മനസ്സലിയാത്ത എത്രയോ ആളുകളുണ്ട്. നിങ്ങളോട് കരുണ കാണിക്കാത്ത ചിലരുടെയൊക്കെ ഇടയിലായിരിക്കാം നിങ്ങൾ പാർക്കുന്നത്. ഇബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. അവിടെ ഏതെങ്കിലും സമയത്ത് കരുണ ലഭിക്കുമെന്നോ സഹായം ലഭിക്കുമെന്നോ അല്ല എഴുതിയിരിക്കുന്നത്. തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ അമാന്തിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആശ്വാസത്തിന് വകയുണ്ട്. ഓടിയെത്തുക, തീർച്ചയായിട്ടും മറുപടി നിങ്ങൾ പ്രാപിച്ചിരിക്കും. അപ്പോസ്തലനായ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അതേ പ്രിയരെ, ദൈവത്തിൻ്റെ തക്ക സമയം നിങ്ങൾക്ക് കൊണ്ട് കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. എന്നെ കണ്ടൊന്ന് മനസ്സലിയണമെന്നല്ല അയാൾ പറഞ്ഞത്, ആ മനുഷ്യൻ പറഞ്ഞത്. എന്നാൽ അയാളെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിഞ്ഞു. നോക്കൂ, നിങ്ങളെ കാണുമ്പോൾ ഏത് നിലയിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുന്നത് എന്നൊന്നും ഓർത്ത് ആശങ്കപ്പെടേണ്ട. കർത്താവ് അത് കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കുമെന്നുള്ളതിന് തർക്കമില്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മനസ്സലിയുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന്. മനസ്സലിവ് എന്നത് ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, കർത്താവിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, അത് ദൈവികമാണ്. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരം നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നീളുകയാണ്. നിങ്ങൾ രോഗികളാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ കരം വെച്ച് നിങ്ങളെ സൗഖ്യമാക്കും. പ്രശ്നത്തിൻ്റെ വലിപ്പച്ചെറുപ്പം നമുക്കാണ് ഉള്ളത്. കർത്താവിന് അങ്ങനെ ഏറ്റക്കുറച്ചിലും വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. എത്ര വലിയ പ്രശ്നമാണെങ്കിലും കർത്താവിന് അത് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് പരിഹാരം വരുത്തുവാൻ വലിയ താമസമൊന്നുമില്ല. അതൊരു പ്രശ്നമേ അല്ല ദൈവത്തിന്. തീർച്ചയായിട്ടും വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കലേക്ക് വരൂ. നിങ്ങൾ സഹായം പ്രാപിക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലാണെങ്കിലും വിശ്വാസത്തോടെ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് വിടുതൽ പ്രാപിപ്പാൻ സഹായിക്കണമേ.
യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.